പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4th യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ശാകുന്തളം, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഫസ്റ്റ് ആക്ടിവിറ്റി അണ്ടർ ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ്. Number 1. Revisit the extract and identify the words of the characters which express their love of nature and complete the table given below. പ്ലേ വീണ്ടും വായിച്ച ഓരോ കഥാപാത്രത്തിൻ്റെയും പ്രകൃതിയോടുള്ള അവരുടെ ഇഷ്ടം കാണിക്കുന്ന അവരുടെ ഡയലോഗുകൾ, അവരുടെ വാക്കുകൾ, സെന്റൻസുകൾ കണ്ടെത്തുക. എന്നിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം ക്യാരക്ടർ ദുഷ്യന്ത, അദ്ദേഹത്തിന്റെ ഡയലോഗ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ. His neck in beauty bends as backward looks he sends. Context: appreciates the beauty of the deer. ആ മാനിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണിത്. Why here are rice grains dropped from the bills of parrots' chicks? Beneath the trees and pounding stones were sticks, a little almond oil, and trustful deer that do not run away as we draw near. കിങ് ദുഷ്യന്തയുടെ ഈ വാക്കുകളുടെ കോണ്ടെക്സ്റ്റ് പരിസരം വീക്ഷിച്ചുകൊണ്ട് കണ്വ മഹർഷിയുടെ ആശ്രമത്തിന്റെ സ്ഥാനം അദ്ദേഹം ഊഹിച്ചെടുക്കുന്നു. നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് ഹെർമിറ്റ്സ്, മഹർഷിമാർ. ഡയലോഗ്: O king, this deer belongs to the hermitage and must not be killed. Context of this dialogue: the hermits prevent the king from killing the deer. ആ മാനിനെ വേട്ടയാടുന്നതിൽ നിന്നും കൊല്ലുന്നതിൽ നിന്നും മഹർഷിമാർ രാജാവിനെ തടയുന്നു. Why should his tender form expire as blossoms perish in the fire? Context: the hermits compare the deer to blossoms, reminding the king of the gentle side of nature. മഹർഷിമാർ മാനിനെ ഒരു പുഷ്പത്തോട് ഉപമിച്ചുകൊണ്ട് പ്രകൃതിയുടെ വളരെ ജെന്റിൽ ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാവത്തെ പ്രകടമാക്കുന്നു. O king, we are on our way to gather firewood. Context: this statement highlights the close bond between humans and nature. ഈ ഡയലോഗ് ഉയർത്തി കാണിക്കുന്നത്, പ്രകടമാക്കുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തെയാണ്. നെക്സ്റ്റ് ശകുന്തള, ഡയലോഗ്: She is my sister. Why shouldn't I give her water? Oh girls, that mango tree is trying to tell me something with its branches that move in the wind like fingers. What a pretty play they make. The jasmine shows her youth in her fresh flowers, and the mango tree shows his strength in his ripening fruit. ഈ ഡയലോഗുകളിലൂടെ ശകുന്തള പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഭേദ്യമായ ബന്ധത്തെയാണ് പ്രകടമാക്കുന്നത്. കോണ്ടെക്സ്റ്റ്: Shakuntala's words highlight her deep love and care for nature, especially its trees and plants. ശകുന്തളക്ക് പ്രകൃതിയോടുള്ള, പ്രത്യേകിച്ച് മരങ്ങളോടും ചെടികളോടുമുള്ള അഗാധമായ ഇഷ്ടവും കരുതലുമൊക്കെയാണ് പ്രകടമാക്കുന്നത്. The trees and plants are personified to celebrate the harmonious coexistence and communication between nature and humans. പ്രകൃതിയിലെ മരങ്ങൾക്കും ചെടികൾക്കുമൊക്കെ മനുഷ്യൻ്റെതായ ഗുണങ്ങൾ കൽപ്പിച്ചുകൊണ്ട് പെർസോണിഫിക്കേഷൻ എന്ന ലിറ്റററി ഡിവൈസിലൂടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഹാർമോണിയസ് കോഎക്സിസ്റ്റൻസ്, സഹവർത്തിത്വം, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഒക്കെയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ലൈഫ് ലൈക്ക് ഹ്യൂമൻ സിറ്റുവേഷൻസ് ആർ സീൻ അമംഗ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. ജാസ്മിൻ വൈൻ, മാംഗോ ട്രീ, ഇവ പരസ്പരം പ്രെറ്റി പെയർ, അതിമനോഹരമായ ജോഡികൾ, പ്രണയ ജോഡികൾ എന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിലെ രംഗങ്ങളെയും മുഹൂർത്തങ്ങളെയും പ്രകൃതിയിലും നോക്കിക്കാണുന്നു. ഇങ്ങനെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പ്രകടമാക്കുന്നതാണ് ശകുന്തളയുടെ ഡയലോഗ്. നെക്സ്റ്റ് അനസൂയ, ഡയലോഗ്: It seems to me, dear, that Father Kanwa cares more for the hermitage trees than he does for you. You are delicate as a jasmine blossom, yet he tells you to fill the trenches about the trees. Context: the care, consideration and respect shown to plants and trees reflect a fatherly concern for nature and environment. ആശ്രമവനത്തിലെ മരങ്ങളോടും ചെടികളോടും ആശ്രമ നിവാസികൾക്കുണ്ടായിരുന്ന കെയർ ആൻഡ് കൺസിഡറേഷൻ, ശ്രദ്ധയും പരിഗണനയും ഒക്കെ ഒരു പിതാവിന് മക്കളോടുള്ള ശ്രദ്ധയും കരുതലും എന്നതുപോലെ തന്നെയാണെന്ന് പ്രകടമാക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഡയലോഗ്. നെക്സ്റ്റ് ഡയലോഗ്: O Shakuntala, here is the jasmine wine that you named her, light of the grove.
She has chosen the mango tree as her husband. Context: the jasmine wine and the mango tree are personified to emphasize the inseparable bond between humans and nature. ഈ ഡയലോഗിലൂടെ മുല്ലവള്ളിയും തേന്മാവും പേഴ്സോണിഫൈ ചെയ്യപ്പെടുന്നു. അവയ്ക്ക് മനുഷ്യൻ്റെതായ ഗുണങ്ങൾ കൽപ്പിച്ചു നൽകിയിരിക്കുന്നു. അവ പരസ്പരം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു. ഇതിലൂടെ പ്രകടമാക്കുന്നത് ദി ഇൻസെപ്പറബിൾ ബോണ്ട് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരിക്കലും വേർപെടുത്താനാകാത്ത ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡയലോഗിന്റെ കോണ്ടെക്സ്റ്റ്. നെക്സ്റ്റ്, പ്രിയംവദ ഡയലോഗ്. Now let's sprinkle those whose flowering time is past. That will be a better deed, because we shall not be working for a reward. Context: these lines appall the message of selfless love for nature. പ്രിയംവദയുടെ ഈ വാക്കുകൾ പ്രകടമാക്കുന്നത് ആശ്രമനിവാസികളായ അവർക്ക് പ്രകൃതിയോടുള്ള നിസ്വാർത്ഥമായ സ്നേഹം, കരുതൽ ഇവയാണ് ഉയർത്തി കാണിക്കുന്നത്. When I see you there, it looks as if a vine were clinging to the mango tree. Shakuntala's beauty, gentleness and purity are portrayed as reflections of the natural world around her. ശകുന്തളയുടെ സൗന്ദര്യവും പരിശുദ്ധിയും സ്വഭാവ നൈർമല്യവും എല്ലാം പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രതിഫലനമായിട്ടാണ് പ്രിയംവദയുടെ ഈ വാക്കുകളിലൂടെ പ്രകടമാക്കുന്നത്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 2. കിങ് ദുഷ്യന്ത ഈസ് എ ഫിയർലെസ് വാരിയർ. ദുഷ്യന്ത മഹാരാജാവ് ധീരനായ ഒരു പോരാളിയാണ്. ഹി ഹാസ് മെനി അതർ ക്വാളിറ്റീസ് ടു. അദ്ദേഹത്തിന് മറ്റു പല സ്വഭാവ ഗുണങ്ങളുമുണ്ട്. ലിസ്റ്റ് ഇൻസ്റ്റൻസസ് ഫ്രം ദ പ്ലേ ദാറ്റ് റിവീൽ ഹിസ് ട്രേറ്റ്സ് ഓഫ് ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ പ്രകടമാക്കുന്ന ഉദാഹരണങ്ങൾ ഈ പ്ലേയിൽ നിന്നും കണ്ടെത്തുക. കിങ് ദുഷ്യന്തയുടെ വാക്കുകളും അവ പ്രകടമാക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളും. ഇൻസ്റ്റൻസസ് ഫ്രം ദ പ്ലേ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ഡയലോഗ് നമുക്ക് ഉദാഹരണമായി ഈ പ്ലേയിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നത്. ആൻഡ് ഈവൻ നൗ ഹിസ് നെക്ക് ഇൻ ബ്യൂട്ടി ബെൻസ് എന്നിങ്ങനെ അദ്ദേഹം ആ മാനിനെ കുറിച്ച് പറയുമ്പോൾ ക്യാരക്ടർ ട്രേറ്റ്സ്, അതിലൂടെ പ്രകടമാകുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണം, അപ്രീഷിയേറ്റ്സ് ബ്യൂട്ടി, സൗന്ദര്യം ആസ്വദിക്കുന്നു. The path he takes is strewed with blades of grass, half chewed. ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് കെയർഫുൾ ആൻഡ് ഒബ്സർവൻറ്റ്, അദ്ദേഹം എത്രമാത്രം ശ്രദ്ധാലുവാണ്, നിരീക്ഷണ പാഠവുമുള്ള വ്യക്തിയാണെന്ന് പ്രകടമാക്കുന്നു. He restores his arrow to the quiver. We must not disturb the hermitage. One should wear modest garments on entering a hermitage. ഈ ഡയലോഗൊക്കെ പറയുന്നതിലൂടെ ഹിസ് കൈൻഡ്നസ് ഓവർ ക്രൂവൽറ്റി ടു ദ ഡിയർ, അദ്ദേഹം ആയുധം അദ്ദേഹത്തിൻ്റെ ആ ക്യുവർ ആവനാഴിയിലേക്ക് തിരിച്ചു വെക്കുന്നതിലൂടെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിലും ആ മാനിനെ കൊല്ലുന്നത് ഒരു ക്രൂരതയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ആ ക്രൂരതയുടെ മേൽ അദ്ദേഹത്തിൻ്റെ കൈൻഡ്നസ്, ദയ വിജയിക്കുന്നു. ഹിസ് ഹ്യൂമിലിറ്റി ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ, അതോടൊപ്പം തന്നെ മറ്റു വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ലാളിത്യവും എളിമയും അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ, അദ്ദേഹത്തിൻ്റെ അച്ചടക്കവും എല്ലാം പ്രകടമാകുന്നു. നെക്സ്റ്റ്, ഡു യു നോട്ട് സീ വൈ ഹിയർ ആർ റൈസ് ഗ്രെയിൻസ് chopped from the bills of parrot chicks beneath the trees, and pounding stones were sticks a little almond oil, and trustful deer that do not run away as we draw near. ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ അതിലൂടെ പ്രകടമാകുന്നത് കിങ് ദുഷ്യന്താസ് കീൻ ഒബ്സർവേഷൻ ആൻഡ് വിസ്ഡം ഹെൽപ്പ് ഹിം ലേൺ ഫ്രം ഹിസ് സറൗണ്ടിങ്സ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവും എല്ലാം തന്നെ പരിസരങ്ങളിൽ നിന്നും ഓരോ സാഹചര്യങ്ങളിൽ നിന്നും കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം, അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും പഠിക്കാനും അദ്ദേഹത്തിൻ്റെ കഴിവ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നു. നെക്സ്റ്റ്, വെൽ ഐ വിൽ സീ ഹർ, ഷീ ഷാൽ സീ മൈ ഡിവോഷൻ ആൻഡ് റിപ്പോർട്ട് ടു ദ സേജ്. ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് റെസ്പെക്ട്ഫുൾ ആൻഡ് കൺസിഡറേറ്റ്. കിങ് ദുഷ്യന്ത എത്രമാത്രം റെസ്പെക്ട്ഫുൾ ആണ്, മറ്റുള്ളവരോട് ആദരവ് കാണിക്കുന്ന, ആൻഡ് കൺസിഡറേറ്റ്, മറ്റുള്ളവരെ പരിഗണിക്കുന്ന വ്യക്തിയാണെന്ന് പ്രകടമാകുന്നു. ദെൻ ബട്ട് ദ ഫ്ലാറ്ററി ഈസ് ട്രൂ, ഹെർ ആംസ് ആർ ടെൻഡർ ഷൂട്ട്സ്. ശകുന്തളയെ കുറിച്ച് അദ്ദേഹം ആത്മകഥം പറയുന്ന ഈ വാക്കുകൾ പ്രകടമാക്കുന്നത് ഹി അഡ്മയർസ് ശകുന്തളാസ് ബ്യൂട്ടി, ശകുന്തളയുടെ സൗന്ദര്യത്തെ അദ്ദേഹം ആദരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ
വ്യത്യസ്തമായ പല സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് കിങ് ദുഷ്യന്ത എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്നു. നൗ ഡെവലപ്പ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ കിങ്. കിങ് ദുഷ്യന്തയുടെ ഡയലോഗിലൂടെ പ്രകടമാകുന്ന അദ്ദേഹത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ക്യാരക്ടർ ട്രേറ്റ്സ്, സ്വഭാവ ഗുണങ്ങളെല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി കിങ് ദുഷ്യന്തയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. Character sketch of King Dushyanta. King Dushyanta is one of the main characters in Kalidasa's play Shakuntalam. കാളിദാസ നാടകം ശാകുന്തളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കിങ് ദുഷ്യന്ത. In the adapted textbook version, he appears in Act 1, chasing a deer. ഈ നാടകത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് വേർഷനിൽ ആക്ട് 1 അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ഒരു മാനിനെ പിന്തുടർന്നുകൊണ്ട്. Though a brave warrior and skilled hunter, he is gentle and sensitive to the beauty of nature. ധീരനായ ഒരു പോരാളിയും കഴിവുറ്റ ഒരു വേട്ടക്കാരനാണെങ്കിലും അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിക്കുടിയാണ്. He admires the deer's grace and the calm surroundings of the forest. ആ മാനിന്റെ സൗന്ദര്യത്തെയും വനത്തിന്റെ ശാന്തതയും അദ്ദേഹം ആസ്വദിക്കുന്നു, ആദരിക്കുന്നു. His sharp observation is shown when he notices the half-chewed blades of grass left by the deer on the paths. അതിവേഗം ആ മാനിനെ വേട്ടയാടാൻ പിന്തുടരുമ്പോഴും മാനുകൾ പകുതി കടിച്ച് ചവച്ച് വഴിയിൽ ഉപേക്ഷിച്ച പുൽനാമ്പുകളൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വരുന്നു. ഇത് കാണിക്കുന്നത് അദ്ദേഹം എത്രമാത്രം നിരീക്ഷണ പാഠവുമുള്ള വളരെ ശ്രദ്ധാലുവായ ഒരു വ്യക്തിയാണെന്നാണ്. ദുഷ്യന്ത ഈസ് റെസ്പെക്ട്ഫുൾ ആൻഡ് കൺസിഡറേറ്റ്. മറ്റുള്ളവരോട് ആദരവും പരിഗണനയുമുള്ള ഒരു വ്യക്തി കൂടെയാണ് കിങ് ദുഷ്യന്ത. When the hermits ask him not to harm the deer and put his arrow back into the quiver, he obeys humbly. മഹർഷിമാർ ആ മാനിനെ ഉപദ്രവിക്കരുത് എന്ന് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്പ് ആ ആവനാഴിയിലേക്ക് തിരിച്ചു വെക്കണമെന്ന് അവർ അപേക്ഷിക്കുമ്പോൾ he obeys humbly. അതെല്ലാം അദ്ദേഹം എളിമയോടുകൂടി അനുസരിക്കുന്നു. He believes that visiting sage Kanwa's hermitage will purify him. കണ്വ മഹർഷിയുടെ ആശ്രമം സന്ദർശിക്കുന്നത് അദ്ദേഹത്തെ ശുദ്ധീകരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ആൻഡ് വാക്സ് there quietly, leaving his chariot behind so as not to disturb its peace. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആശ്രമത്തിലേക്ക് ആശ്രമത്തിന്റെ ശാന്തതയെ നശിപ്പിക്കരുത് എന്ന് കരുതിക്കൊണ്ട് രഥം ഉപേക്ഷിച്ച് അദ്ദേഹം കാൽനടയായി നടന്നു പോകുന്നു. Before entering, he removes his ornaments and weapons as a sign of modesty and respect. ആശ്രമത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് തൻ്റെ രാജകീയമായ വേഷങ്ങളും ആഭരണങ്ങളും ആയുധങ്ങളുമെല്ലാം അദ്ദേഹം ഉപേക്ഷിക്കുന്നു. തൻ്റെ മോഡസ്റ്റി ആൻഡ് റെസ്പെക്റ്റ്, തൻ്റെ എളിമയും ആദരവും കാണിക്കുന്നതിന് വേണ്ടി. He also deeply admires Shakuntala's grace and beauty, comparing her to the gentle and pure elements of nature. പ്രകൃതിയുടെ പരിശുദ്ധവും തരളിതവുമായ ഭാവങ്ങളോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ശകുന്തളയുടെ സൗന്ദര്യത്തെയും കുലീനതയെയും അദ്ദേഹം ആദരിക്കുന്നു, ആസ്വദിക്കുന്നു. King Dushyanta is thus portrayed as a wise, observant and sensitive ruler who values peace, virtue, love and harmony with nature. ഈ പ്ലേയിൽ കിങ് ദുഷ്യന്ത ചിത്രീകരിക്കപ്പെടുന്നത് വളരെ ബുദ്ധിമാനായ, നിരീക്ഷണ പാഠവുമുള്ള, മനുഷ്യത്വമുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിലാണ്. അദ്ദേഹം ശാന്തി, സമാധാനം, സൽഗുണങ്ങൾ, സ്നേഹം, അതിനൊക്കെ ഉപരിയായി പ്രകൃതിയോടുള്ള സഹവർത്തിത്വം, ഇതിനൊക്കെ വില കൽപ്പിക്കുന്ന ഒരു ഭരണാധികാരി എന്ന രീതിയിലാണ് കിങ് ദുഷ്യന്ത ശാകുന്തളം എന്ന നാടകത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശകുന്തളയുടെ ക്യാരക്ടർ സ്കെച്ചും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ശകുന്തള. Shakuntala is the main female character in Kalidasa's play Shakuntalam. She is the foster daughter of sage Kanwa and appears as a responsible, intelligent and caring young woman. Sage Kanwa trusts her to look after the hermitage and welcome guests in his absence. She is beautiful, gentle and playful, especially with her friends Anasuya and Priyambada. The three of them enjoy watering the trees and plants of the hermitage. Shakuntala loves nature deeply and considers the trees and plants her sisters. She affectionately names the jasmine vine Light of the Grove.
Her care for the plants comes from affection, not duty. Shakuntala is imaginative and joyful. She feels as if the mango tree talks to her and delights in seeing flowers bloom out of season on the spring creeper. When a bee appears, she shows childlike fear and annoyance, revealing her tenderness and innocence. Her humility and generosity are seen when she agrees to water trees whose flowering time is past without expecting any reward. King Dushyanta admires her beauty and compares her features to tender shoots and blossoms. Shakuntala's charm, purity, and love for nature make her a truly endearing character. Next, Activity 3. As part of a student exchange program, you engage in a session on theatre with a group of class 10 learners from your neighboring state. Prepare an introduction to Shakuntalam for their benefit. You may highlight the theatrical techniques, the setting, characters, and sequence of events. നിങ്ങളുടെ അയൽ സംസ്ഥാനത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുമായി നിങ്ങൾ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ അഥവാ ഒരു ഇന്ററാക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എന്ന് കരുതുക. സെഷൻ ഓൺ തിയേറ്റർ, ഒരു തിയേറ്റർ അവതരണ സെഷനിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ശാകുന്തളം എന്ന നാടകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ശാകുന്തളം എന്ന പ്ലേയുടെ തിയേറ്ററിക്കൽ ടെക്നിക്സ്, സെറ്റിംഗ്, ക്യാരക്ടേഴ്സ് ആൻഡ് സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഇവയാണ് നിങ്ങൾ അവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്തരം ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് തിയേറ്ററിക്കൽ സെഷനിൽ ശാകുന്തളം എന്ന പ്ലേ പരിചയപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ശാകുന്തളം ആക്ട് 1, ദ ഹണ്ട്. സെറ്റിംഗ്. The first act of Shakuntalam by Kalidasa is set in a peaceful forest hermitage on the banks of the river Malini. മാലിനി നദീതീരത്ത് വളരെ ശാന്തസുന്ദരമായ ഒരു ആശ്രമ വനത്തിലാണ് കാളിദാസ നാടകമായ ശാകുന്തളത്തിന്റെ ആദ്യ ആക്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. The calm and sacred atmosphere of the hermitage contrasts with the excitement and cruelty of the royal hunt. ആദ്യ ആക്ടായ The Hunt. ഈ ആക്ടിൽ ആശ്രമത്തിന്റെ സാക്രഡ് അറ്റ്മോസ്ഫിയർ, അതിൻ്റെ വളരെ പരിപാവനമായ ഒരു അന്തരീക്ഷത്തിൽ അതിൻ്റെ ശാന്തത, അവയുടെ ഒരു വിപരീതമാണ് രാജകീയമായ ഹണ്ടിങ്, വേട്ടയിൽ ഉൾപ്പെടുന്ന ആവേശവും അതിൻ്റെ ക്രൂരതയും. വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് ഇതിൻ്റെ തുടക്കത്തിൽ. ആശ്രമത്തിന്റെ ശാന്തതയും അതിൻ്റെ പവിത്രതയും, അതേപോലെ തന്നെ വേട്ടയാടുന്നതിൽ ഉൾപ്പെടുന്ന ക്രൂരതയും ആവേശവും, ഇവ രണ്ടും പരസ്പരം ഒരു വൈപരീത്യം തീർക്കുന്നു. The hermitage reflects a place of purity, simplicity and harmony with nature, where plants, animals and humans live together peacefully. ആശ്രമത്തിന്റെ അന്തരീക്ഷം പ്രതിഫലിപ്പിക്കുന്നത് പരിശുദ്ധിയുടെയും ലാളിത്യത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും ഒക്കെ ഒരു അന്തരീക്ഷമാണ്. അതോടൊപ്പം തന്നെ അത് പ്രകൃതിയിലെ പക്ഷികളും മൃഗങ്ങളും മരങ്ങളും ചെടികളും മനുഷ്യരും തമ്മിലുള്ള ഇടകലർന്ന ഒരു ജീവിതത്തിന്റെ ചിത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത്. The hermitage of sage Kanwa becomes the first meeting place of King Dushyanta and Shakuntala. അതോടൊപ്പം തന്നെ കണ്വ മഹർഷിയുടെ ഈ ആശ്രമം തന്നെയാണ് ദുഷ്യന്ത മഹാരാജാവിന്റെയും ശകുന്തളയുടെയും ആദ്യ കണ്ടുമുട്ടലിന്റെ വേദിയായി മാറുന്നതും. Now, important characters. King Dushyanta, a noble, brave king who loves hunting but also shows deep respect for the hermits and their way of life. Shakuntala, the foster daughter of sage Kanwa, gentle, beautiful and deeply connected to nature. Anasuya and Priyambada, Shakuntala's close friends, playful and caring, who often tease and support her. The hermits, peaceful and wise men who protect the deer of the hermitage. The charioteer, loyal to the king, he drives the royal chariot during the hunt. Now, the theatrical techniques. Kalidasa uses several dramatic techniques to make the play lively and engaging. ഈ പ്ലേ വളരെ ആകർഷണീയമാക്കുന്നതിന്റെ ഭാഗമായി കാളിദാസൻ നാടകരചയിതാവ് വിവിധങ്ങളായിട്ടുള്ള ഡ്രമാറ്റിക് ടെക്നിക്സ്, നാടകീയമായ ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് സ്മൂത്ത് സീൻ ചേഞ്ചസ്.
ഈ ആക്ട് 1-ൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള സീനുകൾ മാറിമറിയുന്നു. കഥാപാത്രങ്ങളുടെ രംഗത്തേക്കുള്ള പ്രവേശനവും കടന്നുപോക്കുമെല്ലാം തന്നെ വളരെ സ്മൂത്തായി വ്യത്യസ്തങ്ങളായിട്ടുള്ള സീൻ ചേഞ്ചസ് ആയി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഫ്രം ദ ഹണ്ടിങ് സീൻ ടു ദ ഹെർമിറ്റേജ്, വളരെ നാടകീയമായിട്ടുള്ള ഹണ്ടിങ് സീൻ തൊട്ട് വളരെ ശാന്തസുന്ദരമായ ഹെർമിറ്റേജ് ആശ്രമം വരെയുള്ള മാറ്റങ്ങൾ ഈ ആക്ട് 1-ൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. യൂസ് ഓഫ് നേച്ചർ ആസ് എ ബാക്ക്ഡ്രോപ്പ് ആഡ്സ് ബ്യൂട്ടി ആൻഡ് മീനിങ്. Trees, flowers, and even a bee reflect emotions and relationships between man and nature. പ്രകൃതി തന്നെയാണ് ഈ ആദ്യ ആക്ടിന്റെ ഒരു പശ്ചാത്തലമായിട്ട് വരുന്നത്. പ്രകൃതിയിലെ മരങ്ങളും പൂക്കളും ഒരു തേനീച്ച പോലും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളും പ്രകൃതിയുടെ ഇമോഷൻസ് എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ആദ്യ രംഗത്ത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. The poetic dialogue enhances the play's effect and reveals each character's thoughts and values. വളരെ കാവ്യാത്മകമായിട്ടുള്ള ഡയലോഗ്സ് ആണ്. കവിതാ രൂപത്തിലുള്ള ഡയലോഗുകൾ ഈ നാടകത്തിന്റെ ഇഫക്റ്റിനെ വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ കഥാപാത്രത്തിന്റെയും ചിന്തകളും ആ കഥാപാത്രത്തിന്റെ മൂല്യത്തെയും വർദ്ധിപ്പിക്കാനും ഇത്തരത്തിലുള്ള പോയറ്റിക് ഡയലോഗ്, വളരെ കാവ്യാത്മകമായിട്ടുള്ള ഡയലോഗുകൾ സഹായിക്കുന്നു. Humor and playfulness presented through the friendly teasing between Shakuntala and her friends add to the play's appealing quality. ശകുന്തളയും അവരുടെ തോഴിമാരും ഒരുക്കുന്ന കുസൃതികളും ഹാസ്യവുമൊക്കെ ഈ നാടകം വളരെ ആസ്വാദ്യകരമാക്കി മാറ്റുന്നു. Then symbolism and personification. Nature mirrors the feelings of the characters. നാടകത്തിൽ വരുന്ന കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ തന്നെയാണ് പ്രകൃതിയുടെ പല രംഗങ്ങളിലും പ്രകൃതിക്ക് പെർസോണിഫിക്കേഷൻ, മനുഷ്യൻ്റെതായ ഗുണങ്ങൾ കൽപ്പിച്ചു നൽകിക്കൊണ്ട് ഈ നാടകത്തിലൂടെ പ്രകടമാക്കുന്നത്. Now, the sequence of events. King Dushyanta chases a deer during a hunt. ആക്ട് 1 ആരംഭിക്കുന്നത് തന്നെ കിങ് ദുഷ്യന്തയുടെ ഒരു ഹണ്ടിങ് രംഗത്തോടു കൂടിയാണ്. Then hermits stop him. പിന്നീട് മഹർഷിമാർ അദ്ദേഹത്തെ തടയുന്നു. Gently prevents him from harming the sacred animal. The king humbly obeys, thanks them for their blessings, and expresses respect for the hermitage. The hermits invite the king to visit Sage Kanwa's hermitage. The king observes the calm life around the hermitage and enters it on foot after removing his ornaments, bow and arrows. Shakuntala and her friends enter, watering trees and talking playfully. Then the king, watching from a distance, admires Shakuntala's beauty and kindness. A bee troubles Shakuntala, showing her innocence and adding a touch of humor. Then the last. Thus, Act 1 ends with Shakuntala's friends teasing her, asking her to call upon the king to save her from the bee. Now, the fourth activity. Inspired by the blissful coexistence with nature displayed by the characters in play Shakuntalam, a group of nature lovers set up an ecotourism project. ശാകുന്തളം എന്ന നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് പ്രകൃതിയുമായിട്ടുള്ള കോഎക്സിസ്റ്റൻസ്, സഹവർത്തിത്വം, ഇത് വായിച്ചും കണ്ടും ആകൃഷ്ടരായിട്ടുള്ള എ ഗ്രൂപ്പ് ഓഫ് നേച്ചർ ലവേഴ്സ്, ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ ഒരു ഇക്കോ ടൂറിസം പ്രോജക്റ്റ് തയ്യാറാക്കുന്നു എന്ന് സങ്കല്പിക്കുക. മെനി ടൂറിസ്റ്റ് വിസിറ്റ്സ് ദി ഇക്കോ ടൂറിസം പ്രോജക്റ്റ്. ഇത്തരത്തിലുള്ള ആ ഇക്കോ ടൂറിസം പ്രോജക്റ്റിൽ ഒരുപാട് സന്ദർശകർ വരുന്നു. Certain guidelines are to be displayed at the entrance to the site. ഈ ഇക്കോ ടൂറിസം പ്രോജക്റ്റിന്റെ സൈറ്റിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ തന്നെ ചില ഗൈഡ് ലൈൻസ് പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. Discuss in groups and frame the guidelines. What has been done for you? ഏതൊക്കെ ഗൈഡ് ലൈൻസ് ആണ് അവിടെ പ്രദർശിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യുക. ഒരു മോഡൽ എന്ന രൂപത്തിൽ ഒരെണ്ണം ഇവിടെ നൽകിയിട്ടുമുണ്ട്. ഗൈഡ് ലൈൻസ്. ഡോണ്ട് ലിറ്റർ ദ സറൗണ്ടിങ്സ്. പരിസരം വൃത്തികേടാക്കരുത്. ലിറ്റർ എന്ന് പറഞ്ഞാൽ അലക്ഷ്യമായ വസ്തുക്കൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പരിസരം മലിനമാക്കരുത് എന്നുള്ളതാണ് മോഡലായി നൽകിയിരിക്കുന്നത്. ഇനി ഇതുപോലെയുള്ള മറ്റ് ഗൈഡ് ലൈൻസ് വിദ്യാർത്ഥികൾ എഴുതി ചേർക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ നൽകിയിട്ടുണ്ട്. ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ് ഓർ ലീവ്സ്. ചെടികളിൽ നിന്നും പൂക്കളും ഇലകളും പറിക്കരുത്. ഡോണ്ട് ഫീഡ് വൈൽഡ് ആനിമൽസ്. ഈ പ്രോജക്റ്റിൽ, ഈ ഇക്കോ ടൂറിസം പ്രോജക്റ്റിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ കാണുന്ന വൈൽഡ് ആനിമൽസിന് അവയ്ക്ക് നിങ്ങളുടേതായ ഭക്ഷണങ്ങളൊന്നും നൽകരുത്.
ഡോണ്ട് ഡിസ്റ്റർബ് വൈൽഡ് ലൈഫ് വിത്ത് നോയ്സ്. അനാവശ്യമായ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി വൈൽഡ് ലൈഫിന്റെ ആ സ്വച്ഛന്തമായ ശാന്തതയെ ഡിസ്റ്റർബ് ചെയ്യരുത്, ശല്യപ്പെടുത്തരുത്. റെസ്പെക്ട് ലോക്കൽ പീപ്പിൾ ആൻഡ് ദ കൾച്ചർ. നിങ്ങൾ ഈ ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോക്കൽ പീപ്പിൾ, അവിടെയുള്ള ആദിവാസികൾ, മറ്റ് ജനങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടേക്കാം. അവരുടെ സംസ്കാരത്തെയും ആ ജനങ്ങളെയും നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. യൂസ് വേസ്റ്റ് ബിൻസ് ആൻഡ് ഫോളോ ഇക്കോ റൂൾസ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്. അവിടെയൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന വേസ്റ്റ് ബിൻസിൽ അവ നിക്ഷേപിക്കുക, അവ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഫോളോ ഇക്കോ റൂൾസ്, പരിസ്ഥിതി നിയമങ്ങൾ പാലിക്കുക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഗൈഡ് ലൈൻസ് വിദ്യാർത്ഥികൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഏതാനും ഗൈഡ് ലൈൻസ് എങ്കിലും വിദ്യാർത്ഥികൾ ഓർത്തു വെക്കുക. എക്സാമിൽ ഒരുപക്ഷെ ചോദിച്ചേക്കാം. നെക്സ്റ്റ്, ഈ ആക്ടിവിറ്റിയുടെ ഭാഗമായി തന്നെ ഒരു ബ്ലോഗ് പേജ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ ഒരു ബ്ലോഗ് പേജിലേക്ക് ആവശ്യമായ കോണ്ടന്റ് ഇൻവൈറ്റ് ചെയ്യുക. എന്നിട്ട് അതൊരു ബ്ലോഗ് പേജായി നിങ്ങൾ പ്രദർശിപ്പിക്കുക. എന്താണ് ഒരു ബ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ ബ്ലോഗ് ഈസ് എ വെബ്സൈറ്റ് ഓർ വെബ് പേജ് മെയിൻറ്റെയിൻ ബൈ അൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഏതെങ്കിലും ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ ഒരു ഗ്രൂപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവരുടെ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു വെബ് പേജ് തന്നെയാണ് ഒരു ബ്ലോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പീരിയോഡിക്കലായിട്ട് കൃത്യമായ ഇടവേളകളിൽ അതിൽ അവരുടേതായ ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്യുന്നു. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ബ്ലോഗ്? ഒരു ബ്ലോഗ് പേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും കൂടെ ശ്രദ്ധിക്കുക. ഫീച്ചേഴ്സ് ഓഫ് എ ബ്ലോഗ്: ആൻ അട്രാക്റ്റീവ് ടെംപ്ലേറ്റ്. വളരെ മനോഹരമായ ഒരു ടെംപ്ലേറ്റ്, ഒരു രൂപം, അതിനൊരു പ്രത്യേകമായ ഒരു ഘടന മെയിൻറ്റെയിൻ ചെയ്യുക. ഈസി നാവിഗേഷൻ. സന്ദർശകർക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ, പേജുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഔട്ട് ആവരുത്, വളരെ ഈസി ആയിരിക്കണം. ഇൻട്രസ്റ്റിംഗ് ആൻഡ് ക്യാച്ചി ടൈറ്റിൽ. രസകരമായ, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം അതിലെ ഓരോ പേജിന്റെയും ആർട്ടിക്കിളിന്റെയും ടൈറ്റിലൊക്കെ ഒരുക്കേണ്ടത്. നെക്സ്റ്റ്, കോണ്ടന്റ്. ക്ലിയർ ആൻഡ് ലോജിക്കൽ പ്രസന്റേഷൻ ഓഫ് ദ കോണ്ടന്റ്. ബ്ലോഗ് പേജിന്റെ ഉള്ളടക്കം വളരെ ലോജിക്കലായിരിക്കണം, വ്യക്തമായിരിക്കണം. ആ രൂപത്തിലായിരിക്കണം അത് അവതരിപ്പിക്കേണ്ടത്, വളരെ കോജന്റ് ആയിരിക്കണം. സ്പേസ് ഫോർ കോമന്റ്സ്. സന്ദർശകർക്ക്, വായനക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള കോമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തണം. ദെൻ റെലവന്റ് പിക്ചേഴ്സ് ഓർ വീഡിയോസ്. ഓരോ ബ്ലോഗ് പേജിലും പ്രത്യക്ഷപ്പെടുന്ന ആർട്ടിക്കിളുമായി ബന്ധമുള്ള ചിത്രങ്ങളും വീഡിയോസും ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കണം. Activity C. Now discuss in groups and develop the content of the blog on Ecotourism project. Ecotourism പ്രോജക്റ്റുമായി ബന്ധപ്പെടുന്ന ഒരു ബ്ലോഗ് പേജ് തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി. വുഡ്ലാൻഡ് വണ്ടേഴ്സ് എന്നുള്ളതാണ് ബ്ലോഗ് പേജിന് നൽകിയിരിക്കുന്ന ടൈറ്റിൽ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അത്തരമൊരു ബ്ലോഗ് പേജ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. ഇക്കോ ടൂറിസം പ്രോജക്റ്റുമായി ബന്ധപ്പെടുന്ന വളരെ റെലവന്റ് ആയ ഒരു പിക്ചറും നാം ആഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ പേജ് ഒന്ന് വായിച്ചു നോക്കാം. Welcome to Woodland Wonders, our peaceful ecotourism project created by a group of nature lovers. It's a place where you can enjoy the calm beauty of forests, streams, birds and butterflies. Visitors can go for nature walks, bird watching and take part in tree planting. Our goal is to help people experience the joy of living close to nature, just like in Kalidasa's Shaguntalam. We encourage everyone to care for plants, animals, and the environment. Please remember, keep the area clean, avoid plastic, and respect every living being here. Let's protect the green world together and make it a home for both humans and other nature's creatures. Now, Activity 5. Given below is the image of the mango tree embraced by the jasmine vine. Pick the lines from the play that describe the scene. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ചിത്രം ശ്രദ്ധിക്കുക. മുല്ലവള്ളിയും തേന്മാവും പരസ്പരം എംബ്രേസ് ചെയ്ത് ആലിംഗനബദ്ധരായി നിൽക്കുന്നു. ഈ ചിത്രവും ഈ രംഗം വിശദീകരിക്കുന്ന വരികൾ ഈ പ്ലേയിൽ നിന്നും കണ്ടെത്തി ഇവിടെ എഴുതുക. ലൈൻസ് ഫ്രം ദി എക്സ്ട്രാക്ട് ഡിസ്ക്രൈബിംഗ് ദ ട്രീ ആൻഡ് ദ ജാസ്മിൻ വൈൻ. Oh Shakuntala, here is the jasmine wine that you named Light of the Grove. She has chosen the mango tree as her husband. ഇതാണ് ഈ ജാസ്മിൻ വൈനും മാംഗോ ട്രീയെയും വിശദീകരിക്കുന്ന ചില വാക്കുകൾ. Then, what a pretty pair they make. The jasmine shows her youth in her fresh flowers, and the mango tree shows his strength
in his ripening fruit. ഇതാണ് ജാസ്മിൻ വൈനും മാംഗോ ട്രീയെയും വിശദീകരിക്കുന്ന മറ്റു ചില വാക്കുകൾ വരികൾ. Now prepare a description of the scene in your words. ഇനി ഈ ചിത്രം ശ്രദ്ധിച്ചുകൊണ്ട്, ഈ വരികൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ രംഗം വിശദീകരിക്കുന്ന ഒരു പാരഗ്രാഫ്, ഒരു ഡിസ്ക്രിപ്ഷൻ പാരഗ്രാഫ് തയ്യാറാക്കുക, അഥവാ ഒരു ഇമേജ് അനാലിസിസ് തയ്യാറാക്കുക. വിദ്യാർത്ഥികൾക്ക് ഇത്തരമൊരു ക്വസ്റ്റ്യൻ എക്സാമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു സീൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന, ഒരു ഇമേജ് അനലൈസ് ചെയ്യുന്ന ഒരു പാസേജ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. അതൊന്ന് വായിച്ചു നോക്കുക. അനുയോജ്യമായ ഒരു ടൈറ്റിൽ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ദ പെർഫെക്റ്റ് പെയർ ഇൻ നേച്ചർ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന ടൈറ്റിൽ. The scene represented by the picture beautifully shows the jasmine vine lovingly embracing the tall mango tree. The tree stands firm and strong, its branches heavy with ripening fruits, while the jasmine vine clings and twines around it, covered with fresh white blossoms. Together they make a perfect pair, the jasmine showing her youth and charm through her flowers, and the mango tree showing his strength and maturity through his ripening fruits. The pair seems to share an inseparable bond, living in harmony and adding beauty to the peaceful grove. The soft sunlight filtering through the leaves makes the scene glow with warmth and life, as Mother Nature herself seems to smile at this joyous sight. Next, Activity 6. You plan to make a short video based on scenes from the play Shakuntalam. Prepare a storyboard for the video. നിങ്ങൾ ശാകുന്തളം എന്ന പ്ലേയിലെ ചില രംഗങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഷോർട്ട് വീഡിയോസ് തയ്യാറാക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. അത്തരം ഷോർട്ട് വീഡിയോകൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോറി ബോർഡ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. എന്താണ് ഒരു സ്റ്റോറി ബോർഡ്? എ സ്റ്റോറി ബോർഡ് ഈസ് ആൻ ഔട്ട്ലൈൻ ഓഫ് ദ ഷോർട്സ് ആൻഡ് ഫ്രെയിംസ് ഓഫ് എ വീഡിയോ. ഒരു വീഡിയോക്ക് ആവശ്യമായ ഷോർട്സും അതിന്റെ ഫ്രെയിംസും തയ്യാറാക്കുക എന്നുള്ളതാണ് സ്റ്റോറി ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രംഗം ചിത്രീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ചില ഷോർട്സ്, അതിനാവശ്യമായ ഫ്രെയിംസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സീരീസ് ഓഫ് ഇമേജസ്, ഫ്രെയിംസ് ദാറ്റ് റെപ്രസെന്റ് ഈ ഷോർട്ട് ഓഫ് ദ സ്റ്റോറി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റോറി, അതല്ലെങ്കിൽ വീഡിയോ ഭാഗം, അതിനാവശ്യമായിട്ടുള്ള ഫ്രെയിംസ് അഥവാ ധാരാളം ഇമേജുകൾ, അതുമായി ബന്ധപ്പെട്ട ഓരോ രംഗത്തിന്റെയും ഇമേജുകൾ നിങ്ങൾ വരച്ച് തയ്യാറാക്കുക. ഇതാണ് സ്റ്റോറി ബോർഡ് ഉദ്ദേശിക്കുന്നത്. Here is a sample storyboard based on the segment The Bee Attacks from the play Shakuntalam. വിദ്യാർത്ഥികൾക്ക് ഒരു മോഡൽ എന്ന രൂപത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു ഒരു സ്റ്റോറി ബോർഡ്. The Bee Attacks, ശാകുന്തളം എന്ന നാടകത്തിലെ ബി അറ്റാക്സ്, ആ രംഗം ചിത്രീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോറി ബോർഡാണ് ഇവിടെ മോഡലായി നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ചിത്രങ്ങളാണിത്. അതിനാവശ്യമായ ഷോട്ട്, ഏത് രൂപത്തിലാണ് ക്യാമറ ആംഗിൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നും വിശദീകരിക്കുന്നു. മീഡിയം ഷോട്ടിൽ എ ബി എമേർജിംഗ് ഫ്രം ദ ജാസ്മിൻ വൈൻ ആൻഡ് ഫ്ലൈയിങ് ടുവാർഡ് ശകുന്തള. ജാസ്മിൻ വൈനിൽ നിന്നും ഒരു ബി പുറപ്പെട്ട് ശകുന്തളയെ ലക്ഷ്യമാക്കി അത് പറന്നു വരുന്നു. ഈ രംഗമാണ് ചിത്രീകരിക്കുന്നത്. ആദ്യം അതിന്റെ ഒരു ഔട്ട്ലൈൻ, അതിന്റെ ഒരു ഇമേജ് തയ്യാറാക്കിയിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇൻഡിക്കേറ്റിംഗ് ടെൻസ് സിറ്റുവേഷൻ, ബസ് ഓഫ് ദ ബി. ഇതിനാവശ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് അതോടൊപ്പം തന്നെ മനസ്സിൽ കാണണം. ഇൻഡിക്കേറ്റിംഗ് ടെൻസ് സിറ്റുവേഷൻ, അല്പം ആശങ്കയുള്ള ഭയപ്പാടുള്ള ഒരു രംഗമാണ് ചിത്രീകരിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബസ് ഓഫ് ദ ബി, ആ തേനീച്ചയുടെ ഒരു ബസിംഗ് സൗണ്ട്, അതിൻ്റെ ഒരു മൂളൽ, അതും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി ശബ്ദമായിട്ട് തയ്യാറാക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഷോട്ട്, മീഡിയം ഷോട്ട്. ശകുന്തള സീക്കിംഗ് ഹെൽപ്പ് ഫ്രം ദ ഫ്രണ്ട്സ്. തോഴിമാരിൽ നിന്നും ശകുന്തള സഹായം തേടുന്ന ആ രംഗമാണ് അടുത്തായി ചിത്രീകരിക്കേണ്ടത്. അതിന്റെ ഒരു ഇമേജ് തയ്യാറാക്കിയിരിക്കുന്നു. ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇൻഡിക്കേറ്റിംഗ് ടെൻഷൻ ദാറ്റ് ഇസ് മൗണ്ടിങ്. ശകുന്തളയുടെ ആ ഭയം അല്പം കൂടെ വർദ്ധിക്കുന്ന രൂപത്തിലായിരിക്കണം ആ ഭാഗം ചിത്രീകരിക്കേണ്ടത്. ദെൻ ക്ലോസപ്പ് ഷോട്ട്, അവസാന രംഗം, അതിന്റെ ഒരു ഇമേജ് തയ്യാറാക്കിയിരിക്കുന്നു. ആവശ്യമായ ക്യാമറ ആംഗിൾ എന്നുള്ളത് ക്ലോസപ്പ് ഷോട്ടാണ്. അനസൂയ ബാക്ക് ടേൺ ടുവാർഡ്സ് ദ ക്യാമറ. ക്യാമറയ്ക്ക് പിന്തിരിഞ്ഞുകൊണ്ട് അനസൂയ നിൽക്കുന്നു. ആസ്കിംഗ് ശകുന്തള ടു കാൾ അപ്പോൺ ദുഷ്യന്ത ഫോർ ഹെൽപ്പ്. സഹായത്തിന് ദുഷ്യന്ത രാജാവിനെ വിളിച്ചോളൂ എന്ന് തമാശ രൂപത്തിൽ പറയുന്ന ആ രംഗമാണ് ചിത്രീകരിക്കേണ്ടത്. ഇങ്ങനെ ഇമേജുകൾ, ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട്, മറ്റു വിശദീകരണങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു സ്റ്റോറി ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന ടാസ്ക് ഇതാണ്.
Revisit the play Shakuntalam and identify the scenes to be made into short videos, each of 2 minutes duration. ശാകുന്തളം എന്ന നാടകത്തിൽ നിന്നും 2 മിനിറ്റ് ദൈർഘ്യത്തിൽ ചിത്രീകരിക്കാവുന്ന വീഡിയോകൾ ചിത്രീകരിക്കാവുന്ന തരത്തിലുള്ള അനുയോജ്യമായ സീൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏതാനും സീൻസ് ഇവിടെ സെലക്ട് ചെയ്ത് നൽകിയിട്ടുണ്ട്. കിങ് ദുഷ്യന്താസ് ഹണ്ടിങ് ഓർ ഹണ്ട് ബീങ് സ്റ്റോപ്ഡ് ബൈ ദ ഹെർമിറ്റ്സ്. ഹെർമിറ്റ്സ് കിങ് ദുഷ്യന്തയുടെ ഹണ്ടിങ് രംഗം സ്റ്റോപ്പ് ചെയ്യുന്നു, അത് തടസ്സപ്പെടുത്തുന്ന ആ ഒരു രംഗം. Then the conversation with the charioteer, കിങ് ദുഷ്യന്തയും ചരിയറ്ററും തമ്മിലുള്ള സംഭാഷണ രംഗങ്ങൾ. കിങ് ദുഷ്യന്താസ് arrival at Sage Kanwa's hermitage, കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ കിങ് ദുഷ്യന്ത എത്തിച്ചേരുന്ന ആ രംഗം. ശകുന്തള ആൻഡ് her friends watering the trees and talking about nature. ശകുന്തളയും തോഴിമാരും ആശ്രമ വനത്തിലെ മരങ്ങൾക്കും ചെടികൾക്കും വെള്ളം നൽകുന്നതും അവരുടെ സംഭാഷണങ്ങളും അവരുടെ ആ സംസാരവുമൊക്കെ ചിത്രീകരിക്കാവുന്ന ഒരു രംഗമാണ്. Then the scene of the beast disturbing Shakuntala and her friends teasing her. B. ആ തേനീച്ച ശകുന്തളയെ ആക്രമിക്കാൻ വരുന്ന രംഗവും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് തോഴിമാർ ശകുന്തളയെ കളിയാക്കുന്ന രംഗവുമൊക്കെ ഒരു 2 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആയി ചിത്രീകരിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഒരു മോഡൽ ആയിക്കൊണ്ട് ഇതിലെ ആദ്യ സീൻ ചിത്രീകരിക്കാൻ ആവശ്യമായ ഒരു സ്റ്റോറി ബോർഡ് ഇവിടെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. അത് മോഡലാക്കിക്കൊണ്ട് മറ്റു സീനുകൾ ചിത്രീകരിക്കാൻ ആവശ്യമായ സ്റ്റോറി ബോർഡ് സ്വയം തയ്യാറാക്കി പരിശീലിക്കുക. ആദ്യം സീൻ ടൈറ്റിൽ: ദ കിങ്സ് ഹണ്ട് ഈസ് സ്റ്റോപ്ഡ് ബൈ ദ ഹെർമിറ്റ്സ്. ഷോട്ട് 1: ദ ചേസ്. സ്കെച്ച്: കിങ് ദുഷ്യന്ത റൈഡ്സ് ഇൻ എ ചാരിയറ്റ് എയിമിംഗ് ഹിസ് ബോ അറ്റ് എ ഡിയർ റണ്ണിംഗ് അഹെഡ്. ഈ ഒരു രംഗം ഒരു ഇമേജായി, ഒരു ചിത്രമായി വരച്ചുണ്ടാക്കണം. ദെൻ ക്യാമറ മൂവ്മെന്റ്. ഈ രംഗം ചിത്രീകരിക്കാൻ ആവശ്യമായ ക്യാമറ മൂവ്മെന്റ് വൈഡ് ഷോട്ടാണ് വേണ്ടത്. ഷോയിങ് ദ കിങ്, ദ ചാരിയറ്റ് ആൻഡ് ദ റണ്ണിംഗ് ഡിയർ. ദെൻ ഈ രംഗത്തേക്ക് ആവശ്യമായ ഡയലോഗ് ഈ പ്ലേയിൽ നിന്നും കണ്ടെത്തുക. ചാരിയറ്റർ ആൻഡ് കിങ് ഇവർക്കിടയിലുള്ള സംഭാഷണമാണ്. ചാരിയറ്റർ: യുവർ മെജസ്റ്റി, ഐ സീ യു ഹണ്ട് ദ സ്പോട്ടഡ് ഡിയർ വിത്ത് ഷാഫ്റ്റ്സ് ടു എൻഡ് ഹിസ് റേസ്. കിങ്: pursue as I may, I can hardly keep him in sight. Then sound or music. ഈ രംഗത്തിന് നൽകാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. The sound of chariot wheels and of horses running through the forest. ചാരിയറ്റ് വീലിന്റെ ആ രഥത്തിന്റെ ചക്രം ഉരുളുന്ന ശബ്ദം വേണം. അതോടൊപ്പം വനത്തിലൂടെ കരിയിലകളിലൂടെയൊക്കെ ഹോഴ്സ് അതിവേഗം ഓടുന്ന ആ ഒരു ശബ്ദവും ഈ രംഗത്തേക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് ഷോട്ട് 2: ദ വാർണിംഗ്. സ്കെച്ച്: 2 hermits appear, raising their hands to stop the king. 2 മഹർഷിമാർ പ്രത്യക്ഷപ്പെടുന്നു. അവർ കൈകൾ ഉയർത്തിക്കൊണ്ട് രാജാവിനെ തടയുന്നു, നിർത്തുന്നു. അങ്ങനെയുള്ള ഒരു സ്കെച്ചും തയ്യാറാക്കുക. ക്യാമറ മൂവ്മെന്റ് മീഡിയം ഷോട്ട് ഫോക്കസിംഗ് ഓൺ ദ ഹെർമിറ്റ്സ്. ഡയലോഗ്: ഓ കിങ്, ദിസ് ഡിയർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ് ആൻഡ് മസ്റ്റ് നോട്ട് ബി കിൽഡ്. റെസ്റ്റോർ യുവർ ആരോസ് ടു ദ ക്യൂവർ. ഇതാണ് ഡയലോഗ്. സൗണ്ട്: calm background music replaces the chase sounds. നേരത്തെ ഉണ്ടായിരുന്ന ആ ചേസിംഗ് സൗണ്ട്, രഥത്തിന്റെയും ഹോഴ്സിന്റെയും ഒക്കെ ശബ്ദത്തിന് പകരം വളരെ ശാന്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇവിടെ ആവശ്യം. ദെൻ ഷോട്ട് 3: ദ കിങ് റെസ്പോൺസ്. രാജാവിന്റെ പ്രതികരണ രംഗം. സ്കെച്ച്: ദ കിങ് സ്റ്റോപ്സ് ഹിസ് ചാരിയറ്റ് ആൻഡ് ബോസ് ടു ദ ഹെർമിറ്റ്സ്. രാജാവ് രഥം നിർത്തുന്നു, മഹർഷിമാരോട് ശിരസ് നമിച്ചുകൊണ്ട് അവരെ വണങ്ങുന്നു. അത്തരത്തിലുള്ള ഒരു സ്കെച്ച് തയ്യാറാക്കുക. ക്യാമറ മൂവ്മെന്റ് ക്ലോസ്-അപ്പ് ഓൺ ദ കിങ് ലോവറിംഗ് ഹിസ് ബോ. അദ്ദേഹം തന്റെ അമ്പും വില്ലും ആയുധമൊക്കെ എടുത്ത് തല കുമ്പിട്ട് നിൽക്കുന്ന ആ ഒരു ചിത്രമാണ് ചിത്രീകരിക്കേണ്ടത്. ആ ഒരു രംഗമാണ് ചിത്രീകരിക്കേണ്ടത്. അതിന് ക്ലോസ്-അപ്പ് മൂവ്മെന്റ് ആണ് ആവശ്യം. ഡയലോഗ്: കിങ്: ഇറ്റ് ഈസ് ഡൺ. ഹെർമിറ്റ്: എ ഡീഡ് വർത്തി ഓഫ് യു, ഓ കിങ്, എ ഷൈനിങ് എക്സാമ്പിൾ ഫോർ അതേഴ്സ്. ഇത്തരത്തിലുള്ള ഡയലോഗാണ് ഇവിടെ ആവശ്യം. സൗണ്ട് സോഫ്റ്റ് പീസ്ഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. വളരെ ശാന്തമായ സമാധാനത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇവിടെ ആവശ്യം. നൗ ദ ഫോർത്ത് ഷോട്ട്: ദ മെസ്സേജ് ഓഫ് പീസ്. ഒരു ശാന്തിയുടെ സന്ദേശം നൽകുന്ന തരത്തിലുള്ള ഒരു രംഗമാണിത്. സ്കെച്ച്: ഇതിനാവശ്യമായ ഒരു സ്കെച്ച്. ദ ഹെർമിറ്റ്സ് ബ്ലെസ് ദ കിങ് ആൻഡ് പോയിന്റ് ടുവാർഡ് ദ ഹെർമിറ്റേജ്. ആ മഹർഷിമാർ രാജാവിനെ അനുഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ചിത്രം. അതോടൊപ്പം തന്നെ ആശ്രമത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന, വഴി കാട്ടുന്ന ഒരു
സ്കെച്ചാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. ആവശ്യമായ ക്യാമറ മൂവ്മെന്റ് എന്നുള്ളത് സ്ലോലി പാൻസ് ടു ദ കാം ഫോറസ്റ്റ് പാച്ച്. വളരെ ശാന്തമായ ആ ആശ്രമത്തെ ലക്ഷ്യമാക്കിയുള്ള വനപാതയിലേക്ക് ക്യാമറ തിരിക്കുക. ഇവിടെ ആവശ്യമായ ഡയലോഗ് ഹെർമിറ്റ്സും രാജാവും തമ്മിലുള്ള ഡയലോഗാണ്. ഹെർമിറ്റ്സ് പറയുന്നു, "We are on our way to gather favors. Here on the bank of Malini you may see the hermitage of Father Kanwa, over which Shakuntala presides as our guardian. Pray enter here and receive a welcome. King, a sight of the pious hermitage will purify us." സൗണ്ട് മ്യൂസിക്, ഇവിടെ ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ളത് സോഫ്റ്റ് ഫോറസ്റ്റ് സൗണ്ട്സ് വിത്ത് ചീപ്പിംഗ് ഓഫ് ബേർഡ്സ് ആസ് ദ സീൻസ് ഫേഡ്സ് ഔട്ട്. രംഗം വളരെ ശാന്തമായിരിക്കണം. പ്രകൃതിയുടെ ഒരു സംഗീതം, പക്ഷികളുടെ കലവില ശബ്ദത്തോടു കൂടി അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ സാധ്യമാകും. അങ്ങനെ ഈ ഒരു സീൻ അവസാനിക്കുന്നു. ഇത്രയുമാണ് ശാകുന്തളം എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ആക്ടിവിറ്റീസ്. ഇതിൽ പലതും എക്സാമിൽ പ്രതീക്ഷിക്കാവുന്ന ചില ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ് കൂടെയാണ്. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് വരും എക്സാമുകളിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ് ഫോർ എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.